ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ദേവമംഗലത്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവി പറഞ്ഞ കള്ളങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവി അവിടെ നിന്ന് പുറത്താക്കാണ് കേട്ടോ. കൂടെ തന്നെ ബാലനും കോമതിയും കൂടെ ശ്രീകലയെയും അതുപോലെ തന്നെ ഉദയഭാനുവിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നോക്കി. പക്ഷെ എന്തൊക്കെയായാലും കോമതിയും ബാലനും പറയുന്നത് ഞങ്ങളുടെ മകന് ഇനി ദേവി വേണ്ട. അതുപോലെ ആനന്ദും പറഞ്ഞു എനിക്കിവിടെ വേണ്ട, ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന്. ഒടുവിൽ അവരെ പുറത്തേക്ക് ആക്കിയിട്ട് വാതിലടയ്ക്കാണ് കേട്ടോ കോമതി. അങ്ങനെ പുറത്തുനിന്ന് അവർ കിട്ടിയ ചാൻസിൽ ഒരുപാട് എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയണം, നാട്ടുകാർ കേൾക്കുക, അതുപോലെ തന്നെ കൃഷ്ണമംഗലത്തുകാർ കേൾക്കാനൊക്കെ ആയിട്ട് സ്ത്രീകൾ അങ്ങനെ ഓരോന്ന് വിളിച്ച് പറയണം കേട്ടോ. അവരെ പറ്റി കുറ്റങ്ങൾ, എൻ്റെ മകൾ പാവാണ്, അവളവരെ ഇറക്കി വിട്ടു, ആ ആനന്ദിന് വേറെ ഏതൊരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ മകളെ വേണ്ടത് എന്നൊക്കെയുള്ള അനാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ സഹിക്കാനാവാതെ കോമതി വാതിൽ തുറന്നിട്ട് നന്നായിട്ട് ശബ്ദത്തിൽ അവരോട് ചൂടാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ വെച്ച് ബഹളം വെക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ മകനെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തായാലും ഞാൻ പോലീസിനെ വിളിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഉദയഭാനൊന്ന് പരിങ്ങുന്നുണ്ട്. കാരണം പോലീസ് വന്നാൽ ആകെ പിടുത്തം വിട്ടില്ലേ. കാരണം താൻ അവിടെ നിന്ന് കോമഡി സ്റ്റോറിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന തെളിവെല്ലാം ആനന്ദിൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ എന്തായാലും താൻ ലോക്കപ്പിലേക്ക് പോകേണ്ടി വരും. എത്ര പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പം പേടിയാവാണ് കേട്ടോ. അങ്ങനെ അവരൊന്ന് സൈലൻ്റ് ആവുന്ന സമയത്ത് അച്യുതൻ കിട്ടിയ ചാൻസ് മുതലാക്കുകയാണ്. അച്യുതൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, അവർ നിങ്ങളെ മകളെ ഇറക്കി വിട്ടോ? ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെങ്കിൽ അവർ എന്ത് മോശമായിരിക്കും, അവന് വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും എന്നൊക്കെ അച്യുതന് വിളിച്ച് പറയുകയാണ്. അപ്പോൾ സ്ത്രീകളെയും അത് ശരി വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അച്യുത അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പോലീസിനെ വിളിക്കുക. കാരണം അവർ പോലീസിനെ വിളിക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമായിട്ട് പോലീസ് കാണും. പക്ഷെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ന്യായം പറയാനുണ്ടാവും. നിങ്ങളുടെ ഭാഗത്തായിരിക്കും പോലീസ് ശരിയെന്ന് വിചാരിക്കുക. കാരണം ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ. അങ്ങനെ പറഞ്ഞ് വിളിക്കാൻ പറയാൻ കേട്ടോ. പക്ഷെ അത് ഒരിക്കലും ഉദയഭാനും സ്ത്രീകളെ അംഗീകരിക്കില്ലല്ലോ. കാരണം തെളിവ് അവരുടെ കയ്യിലുള്ളതുകൊണ്ട് തങ്ങൾ എന്തായാലും ലോക്കപ്പ് പോകേണ്ടി വരും. അപ്പം അവർ അതിന് മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കുറേ പറഞ്ഞ് ലാസ്റ്റ് ആനന്ദിന് ദേഷ്യം പിടിച്ചിട്ട് സഹിക്കാതെ ആനന്ദ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ വെച്ച് ഇനിയും ബഹളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യും. എനിക്ക് ഇനിയും സഹിക്കാൻ വയ്യ, കുറേ ആയി ഞാൻ സഹിക്കുന്നു. അത് കേൾക്കുമ്പോൾ ദേവി പരിങ്ങാണ്. കാരണം ഒരിക്കലും ആനന്ദായിട്ട് ഇങ്ങനെ പറയുന്ന അവൾ വിചാരിച്ചില്ല. താനൊന്ന് സോറി, അതുപോലെ തന്നെ കാലിൽ വീണ് മാപ്പൊക്കെ പറയുമ്പം ഇവരെല്ലാവരും തന്നോട് ക്ഷമിക്കും. കാരണം അത്ര സ്നേഹമായിരുന്നു എല്ലാവർക്കും തന്നോട്. താനും അതുപോലെ തന്നെ അവർ അങ്ങനെയാണ് കൊണ്ട് നടന്നത്. അപ്പം ആ ഒരു സ്നേഹം അവർ തിരിച്ചു കാണിക്കുമെന്ന് ദേവി വിചാരിച്ചു. പക്ഷേ എല്ലാം എന്താ പറയുക, അവൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് നടന്നത് കേട്ടോ. ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ ആനന്ദ് ഇതോടെ പറഞ്ഞപ്പോൾ ദേവിക്ക് ആകെ വിഷമമാണ്. ഇനിയിപ്പോൾ ആനന്ദ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും കാരണം താനാവില്ലേ. അങ്ങനെ അവൾ പറയുന്നത്, ആരും ആത്മഹത്യ ചെയ്യേണ്ട, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാം, ആനന്ദേട്ടൻ എന്തായാലും സുഖമായിട്ട് ജീവിക്കുമെന്നും പറഞ്ഞ് അവൾ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ സ്വന്തം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ആനന്ദ് തകർന്ന മനസ്സോട് കൂടെ അകത്തേക്ക് വരികയാണ്. അപ്പം ഗോമതിയും ബാലനൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്. കാരണം ബാലൻ്റെ മനസ്സിൽ ബാലനാണല്ലോ കുറ്റബോധം. കാരണം ബാലനാണല്ലോ അയാളെ വിശ്വസിച്ച് തൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. ആ ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് ബാലനുണ്ട്. അങ്ങനെ ആനന്ദ് പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. അവളെ ഈ പുറത്താക്കുന്നതോടൊപ്പം തന്നെ ഞാൻ മുന്നൊരു കാര്യം ചെയ്തു വെച്ചു. പക്ഷെ അത് നിങ്ങളൊക്കെ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അപ്പം കോമതി പറയുന്നുണ്ട്, മോനെ നീ ഇനിയും ഞങ്ങൾ ടെൻഷൻ എടുപ്പിക്കാത്ത കാര്യം എന്തെന്ന് പറ, ഇത്രയൊക്കെ ആയിട്ട് തന്നെ എനിക്ക് വയ്യ, ഇനി ഇതും കൂടെ സഹിക്കാൻ എനിക്ക് വയ്യ, എന്താ കാര്യം? അപ്പം അവൻ പറയുന്നുണ്ട്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പക്ഷേ ഇതല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല, അവളെ സഹിച്ച് എനിക്ക് മടുത്തു. ഞാനതിന് മുന്നേ തന്നെ അവൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവാണ്, എനിക്ക് അവളെ വേണ്ട. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാവാണ്. അപ്പോൾ ബാലൻ വീണ്ടും എന്തോ പറയാൻ വരുമ്പോൾ അവൻ ബാലനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, അച്ഛനൊന്നും പറയണ്ട, ഞാൻ എത്രയെന്ന് വെച്ചാൽ അവളെ സഹിക്കുക, എനിക്കിങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരെ കൂടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതുവരെ ഒരാളോട് പോലും കള്ളം പറയാറില്ല. ഞാൻ എത്ര കാലമായി എന്നറിയോ ഇതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ എന്നോട് അടിക്കടി കള്ളം പറയാം. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടും അവൾ എൻ്റെ അടുത്ത് കള്ളം പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്നൊരു വേദന അത് ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും അവളെ ഒഴിവാക്കാൻ പോകും. എനിക്കിനി അങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഇനി ഒരു കല്യാണമേ എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, എനിക്ക് എന്തായാലും സ്വസ്ഥത വേണം അച്ഛാ എന്നൊക്കെ ഗണമം പറയുമ്പോൾ എല്ലാവരും പൊട്ടിക്കരയും. കാരണം തൻ്റെ മകൻ്റെ ഒരു ജീവിതം താൻ കാരണം നശിച്ചല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ ബാലന് നെഞ്ച് പൊട്ടി പിളരാണ് കേട്ടോ. കൂടെ തന്നെ കോമതിക്കും ഭയങ്കരമായിട്ട് സങ്കടം വരും. എല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ച് തൻ്റെ മകൻ്റെ ജീവിതം എങ്ങനെയായി. കാരണം ഒരുപാട് തവണ ആനന്ദ് ഈ ഒരു കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ക്ലൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അവനോട് പറഞ്ഞു, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ല, അങ്ങനെയൊന്നും പറയല്ല, അവരത്രയും നല്ലവരാണ്, അവൾ അത്രയും നല്ലവളാണ് എന്നൊക്കെ പറഞ്ഞു തങ്ങൾ തന്നെയാണ് എന്താക്കണം മകനെ ഇങ്ങനെ അടക്കി വെച്ചത് എന്നോ. അവൻ ഈ സത്യങ്ങളൊക്കെ പറയായിരുന്നെങ്കിൽ അവൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവളെ ഒഴിവാക്കി കഴിഞ്ഞ് അവന് വേറൊരു ബന്ധം കിട്ടുകയും ചെയ്യും, നല്ലൊരു ജീവിതം ഉണ്ടാവുമായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ അവരുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൾ ഫുള്ള് കള്ളത്തരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവൾ ഇന്ന് എന്ത് പറയും, നാളെ എന്ത് പറയും, ഇനി അങ്ങോട്ട് അവൾ എന്തൊക്കെ പറയാനിരിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരാളെ കൂടെ ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കുക വെച്ചാൽ അച്ഛനെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിങ്ങനെ ഒരാളെ കൂടെ ജീവിക്കാൻ വയ്യ, എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, അത്രയും ഞാൻ മടുത്തിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആകാശം അവരൊക്കെ പറയുന്നുണ്ട്, ഏട്ടൻ ഇങ്ങനെ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കല്ലേ, ഇനി അഥവാ മനസ്സ് മാറിയാലോ. അത് കേൾക്കുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, ഒരിക്കലും മനസ്സ് മാറിയില്ല, ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എടുത്തൊരു തീരുമാനമാണ്, കുറേ നാളുകളായി ഞാനിതിങ്ങനെ തീരുമാനിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ വക്കീൽ നോട്ടീസ് അവളുടെ വീട്ടിലെത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ ഇവിടെ വിളിച്ച് പറഞ്ഞതും. ഇനി എന്തായാലും അവളെ സഹിക്കാൻ എനിക്ക് വയ്യ, എത്രയായിട്ടാണ് ഞാൻ ഈ സഹിക്കുന്നത്, ഇനി ഒരിക്കലും അവളെ എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല, ഇങ്ങനെ കള്ളം പറയുന്നവളെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പോഴും ബാലൻ മൗനമായിട്ടിരിക്കുകയാണ് കേട്ടോ, ഒന്നും പറയുന്നില്ല. കോമതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, തൻ്റെ മകൻ്റെ ജീവിതം ഓർത്ത് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്. അതുപോലെ തന്നെ ദേവിയെ ഓർക്കുമ്പോൾ
ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം അവളെ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. മറ്റു മരുമക്കളെക്കാട്ടിലും കൂടുതൽ ദേവിയോടായിരുന്നു അടുപ്പവും അതുപോലെ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. അവളുടെ സ്നേഹവും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ അതെല്ലാം കള്ളാണെന്ന് ഓർക്കുമ്പോൾ നെഞ്ച് പൊട്ടി പിളരാണ് കേട്ടോ. ഇതെല്ലാം കേട്ട് മീനുവിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനു പറയുന്നുണ്ട്, അല്ല ഇത്രയും വലിയൊരു തീരുമാനം എടുക്കാൻ ദേവിയെടുത്ത് എത്രമാത്രം തെറ്റ് ചെയ്തോ? അവരുടെ അച്ഛനും അമ്മയും കാരണമല്ലേ ദേവിയെടുത്ത് ഇത്രയും കള്ളൊക്കെ പറഞ്ഞത്, അല്ലാതെ ഒന്നും ചെയ്തില്ലല്ലോ. അത്രയും സ്നേഹത്തോടെ അല്ലേ ഈ വീട്ടിൽ നിന്നത്, എല്ലാവരും നോക്കിയതും എല്ലാം. അത് കേൾക്കുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, എനിക്കെന്തായാലും ദേവിയെ ഇനി ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല. കാരണം അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവൾ ഇനി കള്ളം പറയില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ് എന്നവൻ വളരെ സങ്കടത്തോടു കൂടെ പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് ദേവീനെയാണ് കേട്ടോ. ദേവിയാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ്. ആനന്ദ് അവളെ ഒഴിവാക്കിയതിലൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അവൾക്ക് ആ വീട്ടിൽ നിൽക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. കാരണം ഇത്രയും കാലം ദേവമംഗലത്തായിരുന്നല്ലോ. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ അവൾക്ക് സ്വന്തം വീടാണെങ്കിൽ പോലും അവിടെ നിൽക്കാനേ പറ്റുന്നില്ല. മനസ്സൊക്കെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെയാണ് അവൾക്കൊരു കോൾ വരുന്നത്, കൊറിയർ സെൻറ്ററിൽ നിന്നാണ്. അങ്ങനെ അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്ത് വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അത് ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ ദേവി ആകെ ഷോക്കാവാണ്. പെട്ടെന്ന് തന്നെ തല കറങ്ങി വീഴാണ് അത് കണ്ടപ്പോൾ. കാരണം ഒരിക്കലും ആനന്ദേട്ടൻ ഡിവോഴ്സ് നോട്ടീസ് അയക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കുറച്ച് കഴിയുമ്പോൾ ദേഷ്യമൊക്കെ അടങ്ങുമ്പോൾ അവർ തിരിച്ച് തന്നെ ദേവമംഗലത്തേക്ക് വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവളിങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവളുടെ അനിയത്തി ശ്രീവിദ്യ ഇത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനോട് അമ്മയോട് ദേഷ്യം വരുന്നുണ്ട്. അവർ കാരണമാണല്ലോ ചേച്ചിക്ക് ഇന്ന് ഈ അവസ്ഥ വന്നത്. എന്നിട്ട് ദേവി പൊട്ടി പൊട്ടി കരയാണ്. എന്നിട്ട് ശ്രീകലയോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ അതിന് മാത്രം എന്ത് തെറ്റായി ചെയ്തത്? എന്നെ ഡിവോഴ്സ് ചെയ്യാൻ മാത്രം ഞാൻ അത്രയ്ക്കും ക്രൂരതയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ആനന്ദേട്ടൻ അങ്ങനെ ചെയ്തത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. ആനന്ദേട്ടല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ദേവമംഗലത്തേക്ക് പോയേ പറ്റും എന്നൊക്കെ ഇങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾക്ക് അത്രയും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതേ സമയം കൃഷ്ണമംഗലത്താണെങ്കിൽ അച്യുതൻ നല്ലൊരു അവസരം കിട്ടിയല്ലോ. കാരണം അവർക്കിട്ട് പണി കൊടുക്കാനൊരു അവസരം കിട്ടിയല്ലോ. അത് ഓർത്തിങ്ങനെ തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ ബാലൻ വന്ന് തന്നോട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വൈരാഗ്യം ബാലനോട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാലനൊരു പണി കൊടുക്കാനായിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഉദയഭാനുവിനെ വിളിക്കണം. ഉദയഭാനു ആളൊരു ചെറ്റയാണെങ്കിൽ പോലും ഈ ഒരു അവസരത്തിൽ ഉദയഭാനുവിൻ്റെ സഹായം തേടിയേ പറ്റൂ. എന്തായാലും അവരെ മക്കളെ അവിടെ നിന്ന് ഇറക്കി വിട്ടല്ലോ, അതിൻ്റെ പേരിൽ ബാലനൊരു പണി കൊടുക്കാമെന്ന് പറയുമ്പോൾ ധർമ്മം പറയുന്നുണ്ട്, എന്തിനായിട്ടാണ് വെറുതെ അവർക്ക് ദ്രോഹം ചെയ്യുന്നത്? അത് അവരുടെ പ്രശ്നമല്ല, അത് അവർ തീർത്തോളും. എന്തായാലും ഉദയഭാനുവിൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും തെറ്റ്. ദേവമംഗലംകാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതുമാത്രമല്ല ബാലേട്ടനും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. വെറുതെ എന്തിനാ അവർക്ക് ദ്രോഹം ചെയ്യുന്നത്? അവർ തീർത്തോളും. അത് പറയുമ്പോൾ അതുപോലെ തന്നെ അവിടുന്ന് അനന്തനും ഇന്ദിരാമയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്യുതനോട്, വെറുതെ നീ ഇങ്ങനെ വയ്യാവേലി ഇതാക്കല്ലേ, അവർക്ക് ദ്രോഹം ചെയ്യരുത്, അവർ തീർത്തോളം എന്ന് അവരും പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഒന്നും മിണ്ടാതെ അച്യുതൻ പിന്നെ ആരുമില്ലാത്ത സമയത്ത് ഉദയഭാനുവിനെ കോൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കോൾ ചെയ്തപ്പോൾ തന്നെ ഉദയഭാനു സങ്കടത്തോടെ ഓരോന്ന് വിളിച്ച് പറയാണ്, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ ദുഷ്ടനുണ്ടല്ലോ ആ ആനന്ദ്, എൻ്റെ മകൾക്ക് അവനൊരു കത്ത് അയച്ചിരിക്കുകയാണ്, അതായത് ഡിവോഴ്സ് നോട്ടീസ്. ആ നോട്ടീസ് ഇപ്പോൾ വന്നു, എൻ്റെ മകൾ തല കറങ്ങി വീണു, എന്തൊക്കെ ദുരന്തങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കേണ്ടത്, അവനൊരു ഫ്രോഡാണ്, എന്തൊക്കെയോ അങ്ങനെ വിളിച്ച് പറയാണ് കേട്ടോ. സ്വന്തം തെറ്റ് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പഴി ചാരുന്നൊരവസ്ഥ. ആനന്ദിൻ്റെ അവസ്ഥ ആ സമയത്ത് ഉദയഭാനുവിനും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം സ്വാർത്ഥതയാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. അച്യുതനാണെങ്കിൽ കിട്ടിയ ചാൻസ് മുതലാക്കാനായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പോലീസ് കേസ് ആക്കണം, അവനെ വെറുതെ വിടരുത്. ഒരു പെൺകുട്ടിയെ ആവശ്യമില്ലാതെ പുറത്താക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും കേസ് കൊടുക്കണം. ഇപ്പോൾ അവൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഭാഗത്തുനിന്ന് അവൻ എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ വിട്ടുകൊടുക്കരുത് എന്നിങ്ങനെ അച്യുതൻ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ കൂട്ടത്തിലാണ് എന്തായാലും പോലീസ് നിൽക്കുള്ളൂ. അത് മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ കേസല്ലേ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫലം കൂടും. പിന്നെ ആ ആനന്ദിനും ബാലനും ഒക്കെ ഒരു പാഠം പഠിപ്പിക്കണം, അത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. എന്തായാലും നിങ്ങൾ പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യൂ, ബാക്കി നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വീറോട് കൂടെ വിളിച്ച് പറയണം കേട്ടോ. പക്ഷേ ഈ ഒരു എന്താ പറയുക മോഷണ കേസോ കാര്യങ്ങളൊന്നും അച്യുതന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഉദയഭാനുവിന് പോലീസ് കേസ് ആക്കാനൊരു ഭയമുണ്ട്. കാരണം ആനന്ദിൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടല്ലോ, അതെല്ലാം ഏറ്റവും വലിയ തെളിവ്. എന്തായാലും താൻ ലോക്കപ്പ് കിടക്കേണ്ടി വരും. അതുപോലെ തന്നെ എടുത്ത പൈസ എന്തായാലും തിരിച്ച് കൊടുക്കേണ്ടി വരും. അതാലോചിക്കുമ്പോൾ ഒന്ന് പതുങ്ങാണ് കേട്ടോ. ഉദയഭാനു തിരിച്ച് റിപ്ലൈ കൊടുക്കാനും പറ്റുന്നില്ല. അച്യുതനാണെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കും, ഞാൻ എന്തായാലും വെക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ വെക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഉദയഭാനു ഒരുപാട് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീകലയോടും ശ്രീദേവിയോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ദേവിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാണ് അയാൾ വിളിച്ചത്? വെറുതെ ഇനിയും പ്രശ്നം ഉണ്ടാക്കാനും എരുതിയിൽ എണ്ണ ഒഴിക്കാനാണ് അയാൾ വിളിച്ചത്. എല്ലാം കൂടെ അവൾക്ക് പ്രാന്താവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകലയാണെങ്കിൽ ആ ടൈമിൽ പറയുന്നുണ്ട്, ആ അച്യുതൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. നമ്മൾ എത്ര അവരുടെ കാല് പിടിച്ചു, നമ്മൾ എത്ര മാപ്പ് പറഞ്ഞു, നമ്മുടെ മോൾ എത്ര കരഞ്ഞു, എന്നിട്ടും അവരുടെ മനസ്സലിഞ്ഞു. അത് എന്തായാലും കംപ്ലയിൻ്റ് ആക്കണം. നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ല, പോലീസെങ്കിലും നിൽക്കട്ടെ. അല്ലാതെ നമ്മളെ മകൾ നമ്മൾ എന്ത് ചെയ്യാൻ? അവൾ ഇവിടെ കിടന്ന് കരഞ്ഞ് തളർന്നാലോ? അവർ വന്ന് അവളെ കൊണ്ടുപോകുമോ? ഇല്ലല്ലോ. എന്തായാലും നമുക്കിത് കംപ്ലയിൻറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ശ്രീകാലും
വീറോട് കൂടെ വിളിച്ച് പറയാണ്. അതുമാത്രമല്ല കേട്ടോ, വീണ്ടും ശ്രീകല അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് വന്ന് ആനന്ദിനെയും ബാലനെയും ഒന്ന് പേടിപ്പിച്ച് വിട്ടാലേ അവർ നമ്മുടെ കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോവുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, എന്തായാലും അവരിവിടെ വന്ന് അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയിക്കോളും. അത് കേൾക്കുമ്പോൾ ദേവി ഇങ്ങനെ സൂക്ഷിച്ച് കൂർപ്പിച്ച് നോക്കുകയാണ് കേട്ടോ ദേഷ്യത്തോടു കൂടെ ശ്രീകലയെ. അപ്പോൾ ശ്രീകല പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ലെങ്കിൽ നീ അവൻ്റെ ഡിവോഴ്സ് നോട്ടീസും വാങ്ങി അതിൽ ഒപ്പിട്ടു ഡിവോഴ്സും ആയിട്ട് ഇവിടെ അങ്ങനെ കഴിയേണ്ടി വരും. അവനാണെങ്കിൽ വേറെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കും. എന്തേ നിനക്ക് കാണണോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ നോക്ക് എന്നിങ്ങനെ ശ്രീകല ദേവിയോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. എന്തായാലും ദേവി ഇനി ഇവർ പറയുന്നത് അനുസരിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇത്രത്തോളം അവരനുസരിച്ച് അവളുടെ ജീവിതം മൊത്തം നശിച്ചു. കാരണം നമ്മുടെ ഒരു വിശ്വാസത്തിലൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും പിന്നീട് അത് തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണല്ലോ, പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് തമ്മിൽ. അപ്പോൾ ആനന്ദ് ഒരിക്കലും ദേവിയോട് ക്ഷമിക്കില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ അവൾ ചെയ്യുകയാണെങ്കിൽ മാത്രം ആനന്ദ് അവളോട് ക്ഷമിക്കുമായിരിക്കും. നമുക്ക് നോക്കാം. അവനെന്തായാലും വേറെ കല്യാണമൊന്നും കഴിക്കുന്നുണ്ടാവില്ല. എങ്കിലും ദേവിയെ വീണ്ടും തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ടൈം എടുക്കും. ഒരിക്കൽ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്ന പോലെ അതാണല്ലോ ആനന്ദിൻ്റെ അവസ്ഥ. ദേവി എന്തായാലും വീട്ടുകാരെ എതിർത്ത് ഇനി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദേവിക്ക് നല്ലതായിരിക്കും. അവളെല്ലാവരും വിശ്വസിക്കും. കാരണം ശ്രീകലയും ഉദയഭാനും കാരണമാണല്ലോ അവളിങ്ങനെ ആയതെന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ ദേവമംഗലക്കാർ അവളെ തിരിച്ചു കൊണ്ടുപോകും എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ, താങ്ക് യു.